സർക്കാരിനും ഗുണ്ടകൾക്കും കഞ്ഞിവെച്ചൊരു സർക്കാർ. അവരുടെ ഭരണകാലത്തെ ജനക്ഷേമം അവർ നടത്തിയതിനേക്കാൾ കൂടുതൽ അവർ നടത്തിയത് ജയിൽ പുള്ളികൾക്കുള്ള ക്ഷേമങ്ങൾ മാത്രമായിരുന്നു. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ ഒന്നാം പ്രതി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് കൂട്ടപ്പരോൾ അനുവദിച്ചുകൊണ്ട് ജയിൽ വകുപ്പ് ഉത്തരവിറക്കുമ്പോൾ നാം ഓർക്കേണ്ടത് പിണറായി സർക്കാരിന്റെ അവസാന കാലത്തെ ഒപ്പുവെച്ചിരുന്നു ഈ പരോൾ എന്നതാണ്. ഒന്നാം പ്രതി പീതാംബരൻ, നാലാം പ്രതി അനിൽ, അഞ്ചാം പ്രതി ഗിജിൻ, ഏഴാം പ്രതി അശ്വിൻ, 15-ാം പ്രതി സുരേന്ദ്രൻ എന്നിവർക്കാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത്. LDF സർക്കാർ അധികാരം ഒഴിയും മുൻപ് തിരക്കിട്ട പരോൾ അനുവദിക്കുക കൂടിയായിരുന്നു. 20 ദിവസത്തേക്ക് പരോൾ ലഭിച്ച ഇവരെല്ലാം കാസർഗോഡ് ജില്ലയിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒന്നോർക്കണം, CPM-ന് വേണ്ടി വിടുപണി ചെയ്ത എല്ലാ ഗുണ്ടകൾക്കും ഇഷ്ടം പോലെ ജാമ്യം കൊടുത്ത ആ പഴയ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അധികാര കസേരയിലിരിക്കുന്നത് പിണറായി എന്ന ആഭ്യന്തരത്തെ കട്ടുമുടിച്ച മന്ത്രിയല്ല. ഇപ്പോൾ ആ കസേരയിലിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. ചോരയ്ക്ക് കണക്ക് പറയിച്ചിരിക്കുമെന്ന ശബ്ദത്തിലാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ പെരിയ ഇരട്ടക്കൊലപാതക കേസ് പ്രതികളുടെ പരോൾ അനുവദിച്ചതിനെതിരെ കുടുംബം നൽകിയ പരാതിയിൽ നേരിട്ട് ഇറങ്ങുകയാണ് രമേശ് ചെന്നിത്തല. ഇതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി വിലസാമെന്ന ഒരു മോഹവും ഒരുത്തന്റെയും നടക്കില്ല. എല്ലാത്തിനെയും ഇണ്ണ വരപ്പിക്കാനായി ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് UDF സർക്കാരാണെന്ന് കൂടി ഓർക്കുന്നത് നല്ലതാണ്. പിണറായി സർക്കാർ അധികാരം ഒഴിയുന്നതിന് മുൻപ് കൊടുത്ത ഈ പരോൾ അതിന് അടുത്ത 5 വർഷത്തേക്ക് അവന്മാർ പുറം ലോകം കാണില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് കൂടിയാണ്. കൊടിസുനിമാരൊക്കെ ജയിലിൽ കൊടികുത്തി വാഴുമ്പോൾ അവരെ കൊണ്ട് ചെയ്ത പാപത്തിന്റെ കറ കഴുകി കളയിപ്പിക്കാൻ രമേശ് ചെന്നിത്തല നേരിട്ടിറങ്ങും. 2019 ഫെബ്രുവരി 17-നാണ് കാസർഗോഡ് പെരിയ കല്യോട്ട് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത് ലാലും ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെടുന്നത്. CBI പ്രത്യേക കോടതി ഈ കേസിൽ പ്രതികളായ CPM പ്രവർത്തകർക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. പ്രതികൾക്ക് തുടർച്ചയായിട്ട് പരോൾ അനുവദിക്കുന്നതിനെതിരെ കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബങ്ങളും കോൺഗ്രസ് നേതൃത്വവും ശക്തമായ പ്രതിഷേധവുമായി പലവട്ടം രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാർ തങ്ങൾക്ക് നീതി നിഷേധിക്കുകയാണെന്നും കൊടും കുറ്റവാളികളെ സംരക്ഷിക്കാനും പ്രത്യേക താല്പര്യം കാണിക്കുന്നുവെന്നും കുടുംബം പലതവണ ആരോപിച്ചതായിരുന്നു. മുൻപും ഈ കേസിലെ പ്രതികൾക്ക് ഇത്തരത്തിൽ പരോൾ അനുവദിച്ചത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പക്ഷേ അന്നെല്ലാം ഭരിച്ചിരുന്നത് പിണറായി സർക്കാരായിരുന്നു. ഇപ്പോൾ അതല്ല അവസ്ഥ. തുടർച്ചയായിട്ടുള്ള പരോൾ അനുവദിക്കുന്നതിനെതിരെ നിയമപരമായിട്ട് നേരിടാൻ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇരകളുടെ കുടുംബങ്ങൾ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചു വരുന്ന പ്രതികൾക്ക് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പരോൾ നൽകിയതെന്നാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും വീടുകൾ ഉൾപ്പെടുന്ന ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് എന്ന കർശന വ്യവസ്ഥകളോടെയാണ് ഇവർക്ക് അനുമതി നൽകിയിട്ടുള്ളത്. പരോൾ ലഭിച്ച പ്രതികൾ നിലവിൽ കാസർഗോഡ് ജില്ലയിലെ മറ്റ് പോലീസ് സ്റ്റേഷൻ പരിധികളിലുള്ള ബന്ധു വീടുകളിലാണ് താമസിക്കുന്നത്. പ്രതികളുടെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. 4 വശത്തു നിന്നും പൂട്ടി ഇനി നിങ്ങളെ ജയിലിലേക്ക് തിരിച്ചു കയറുമ്പോൾ ഒരിക്കലും പുറം ലോകം കാണാത്ത വിധത്തിൽ എല്ലാ പഴുതുകളും അടയ്ക്കാൻ രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിന്റെ പോലീസ് സന്നാഹവും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൂടി ഈ പിണറായി സർക്കാരിന്റെ കീഴിൽ വളർന്നിരുന്ന ഗുണ്ടകൾ ഓർക്കുന്നത് നല്ലതാണ്.